ടു വാച്ച് യുവർ സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇപ്പോൾ താങ്ക്സ് ഗിവിംഗ് ഒക്കെ അടുത്ത് വരെയല്ലേ, അപ്പം ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പണ്ട് ഒരു ടർക്കിയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോർമലി ഇന്ത്യക്കാർക്ക് ടർക്കി അത്ര ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ബ്രൈൻ ചെയ്തിട്ട്, ബ്രൈൻ എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം മസാലയൊക്കെ കൂടി മുക്കിയ ഒരു വേർഷൻ ടർക്കിയാണ്. അത് ഡെഫിനറ്റ്ലി നല്ല ടർക്കിയാണ്. ടർക്കി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ഇഷ്ടപ്പെടും. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, ലിങ്ക് ചെയ്യാൻ ഞാൻ. അന്ന് ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഇതിന് ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പം ടർക്കി കഴിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ഈ താങ്ക്സ് ഗിവിങ്ങിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഞാനൊരു ഫുൾ ചിക്കൻ ഇതുപോലെ തന്നെ മസാലയിലും ഉപ്പിലും വെള്ളത്തിലും മുക്കി ബ്രൈൻ ചെയ്തിട്ട് ഫുള്ള് റോസ്റ്റ് ചെയ്ത റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. നമുക്ക് ആദ്യം തന്നെ ബ്രൈൻ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 4 ലിറ്റർ വെള്ളം മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്. ബേസിക്കലി 2 വലിയ കഷ്ണം. ഇത് കഴുകിയിട്ട് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ഇത്തിരി വീതിയുള്ള കഷ്ണം മുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേക്കാണ്. ഒരു പിടി മിന്റ്, ഇത് ഫ്രഷ് മിന്റാണ്, ഞങ്ങളുടെ ഗാർഡനിലെ ചെറിയ കഷ്ണമായിട്ട് ചോപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു ഫുള്ള് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ജസ്റ്റ് അല്ലി ഒന്ന് ചതച്ചിട്ടാണ്. ഇത്രയുണ്ട്. ഒരു പിടി മല്ലിയില, അഗൻ ഇത്തിരി വലിയ കഷ്ണമായിട്ട് വെച്ചേക്കാണ്. 3 ഹീപ്പ് ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു പിടി കറിവേപ്പില, അഗൻ മുറിച്ചിടാൻ പറ്റുമെങ്കിൽ നല്ലത്, അതിലേക്ക് ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരു നാരങ്ങ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചത്, ഒരു പകുതി ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് വെള്ളം തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒക്കെ കൂടി പൊടികളൊക്കെ അലിഞ്ഞ് ഉപ്പ് നന്നായിട്ട് അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫാക്കാം. ഇപ്പോഴും അടിയിൽ ഉപ്പ് കിടക്കുന്നുണ്ട്, അതാണ് ഞാൻ കുറച്ചു നേരം കൂടി ഇത് മീഡിയത്തിൽ വയ്ക്കും. ഇപ്പം ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിളച്ചിട്ടില്ല, തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തീ ഓഫാക്കിയിട്ട് ഇത് കംപ്ലീറ്റ്ലി കൂൾ ഡൗൺ ചെയ്യണം. എന്നിട്ട് നമുക്ക് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു വെക്കാൻ പറ്റുള്ളൂ. നമ്മളെ ബ്രൈനാണിത്. ഇതൊരു ഫുൾ കോഴിയാണ്. 4 പൗണ്ടും കുറച്ചും കൂടി ഉണ്ട്. നമ്മൾ അതിൻ്റെ സ്കിന്ന് മുഴുവൻ കളഞ്ഞു. എന്നിട്ട് ഉള്ളില് കോഴിയുടെ ഉള്ളിലൊക്കെ ക്ലീൻ ആക്കി. ഇവിടെ ഒരു കഴിക്കുന്ന സാധനമുണ്ട്, കോഴിക്കോടൊക്കെ പറയാം ചെമ്പരത്തി എന്നാണ്. കാണാൻ പറ്റുന്ന എനിക്കറിയില്ല, ചുമന്നിരിക്കുന്നിടത്ത്. അത് നമ്മൾ കൈയിട്ടിട്ടോ ഫോർക്ക് ഇട്ടിട്ടോ ക്ലീൻ ആക്കി എടുത്തിട്ട് കഴുകി വെക്കുകയാണ് ഉള്ളെല്ലാം കംപ്ലീറ്റ്ലി. വേണമെങ്കിൽ നിങ്ങൾക്ക് തൊലി വെച്ചിട്ട് ചെയ്യാം, പക്ഷെ ഞങ്ങൾക്ക് തൊലി ഇഷ്ടമല്ല, അതാണ് ഞങ്ങൾ തൊലി റിമൂവ് ചെയ്ത്. ഇതിന്റെ മുകളിലത്തെ ഫാറ്റും നമ്മൾ കളഞ്ഞിട്ടില്ല. ഏതായാലും റോസ്റ്റ് ചെയ്യുമ്പോൾ ഫാറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ബ്രൈന് കംപ്ലീറ്റ്ലി ചൂട് മാറി. അപ്പം നമ്മൾ കോഴിയിലേക്ക് ഒഴിക്കുകയാണ്. ഇതിനി നമ്മൾ അടച്ച് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ ബ്രൈൻ ചെയ്യാൻ വയ്ക്കും കേട്ടോ. അത് അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അടുത്തത്. ഒരു പിടി മല്ലിയില, ഒരു പിടി കരിവേപ്പില, ഒരു ഫുള്ള് വെളുത്തുള്ളി, അതിനെ നമ്മൾ തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ച് ഓളം വലിപ്പമുള്ള ഇഞ്ചി, കുറച്ച് മിന്റ്, ഇത് ഓപ്ഷണലാണ്. ഒരു സ്റ്റിക്ക് ബട്ടർ, ഒരു സ്റ്റിക്ക് ബട്ടർ എന്ന് പറഞ്ഞാൽ 8 ടേബിൾ സ്പൂൺ ഉണ്ട്. എരിവിന് പച്ചമുളകും കുരുമുളകും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ മുളക് എടുക്കുക. ഇത് നല്ല എരിവുള്ള മുളകാണ്, നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണ്. 3 വലിയ മുളകിന്റെ സൈസാണ് എടുത്തേക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1/4 ലെമൺ. ഇതിപ്പോൾ നമ്മൾ വെണ്ണ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് സോഫൻ ചെയ്യിക്കും. നാരങ്ങ നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് ഈ ബാക്കിയുള്ള സാധനം മുഴുവൻ അരച്ചെടുത്തതിലേക്ക് ആഡ് ചെയ്യും. നമ്മൾ നേരത്തെ കാണിച്ച ഒരു സ്റ്റിക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. നാരങ്ങ ഒഴിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരയ്ക്കാൻ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും അരപ്പ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഈ വെണ്ണയിലേക്ക് ആഡ് ചെയ്യണം. വെണ്ണ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ കുറെ ഉണ്ടെന്ന് തോന്നും, പക്ഷേ ഇതിൽ നമ്മൾ പിശുക്കരുത്. തൊലിയില്ലാത്ത കോഴിയാണ്. വെണ്ണയിൽ പിശുക്കി കഴിഞ്ഞാൽ കോഴി ഭയങ്കര ഡ്രൈ ആയി പോകും. ഇപ്പൊ മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നേരത്തെ എടുത്ത 1/4 നാരങ്ങ അതും കൂടി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു വയ്ക്കാം. അധികം നാരങ്ങ വേണ്ട, ബിക്കോസ് നമ്മൾ നാരങ്ങ ഇട്ട ബ്രൈനിലാണ് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന കോഴി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ടുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം, ബിക്കോസ് ഉപ്പുവെള്ളത്തിൽ മുക്കി വെച്ചേക്കുന്ന കോഴിയാണ്, അതിൽ ഓൾറെഡി ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി എക്സ്ട്രാ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. അരപ്പ് റെഡിയായി, നന്നായിട്ട് മിക്സ് ആയിട്ടോ. കോഴി നമ്മൾ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്തു. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 12 മണിക്കൂർ. ഇത് ഐഡിയലി 12 to 14 hours ആണ് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. 14 hours കൂടുതൽ വെക്കാൻ പാടില്ല, ഭയങ്കര ഉപ്പായി പോകും. നമുക്ക് ആ കോഴി ഇതിൽ നിന്ന് എടുക്കാം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്നും ആവശ്യമില്ല. കോഴി നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട്
കഴുകിയെടുക്കണം. ബിക്കോസ് ഇതിൽ നിറച്ച് ഉപ്പുണ്ടാവും. ഈ വെള്ളം നമുക്ക് ഒന്നിനും ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല, കളയണം. കോഴി ഞാൻ വേഗം ആ സിങ്കിൻ്റെ അടിയിൽ ഒന്ന് കാണിച്ച് കഴുകിക്കൊണ്ടു കേട്ടോ. നമ്മൾ മഞ്ഞളും മുളകും ഇട്ടുകൊണ്ട് അതിന് കളർ വ്യത്യാസമുണ്ട്. ഒരു പേപ്പർ ടവൽ വെച്ചിട്ട് എക്സ്ട്രാ വെള്ളം നമ്മൾ ഇടുക്കിലൊക്കെ കഴുകിയിട്ടുണ്ടേ, അവിടെയൊക്കെ വെള്ളമുണ്ട്, അതൊന്ന് അബ്സോർബ് ചെയ്യിക്കുകയാണ്. നമ്മൾ സാധാരണ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വരഞ്ഞിട്ടൊക്കെയല്ലേ ചെയ്യുക. ഇത് വരയാൻ പാടില്ല. വരഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഡ്രൈ ആയി പോകും കേട്ടോ. എണ്ണ ചേർത്ത് അരപ്പായതുകൊണ്ട് അത് സ്റ്റിക്ക് ചെയ്യണ്ടേ, അതാണ് നമ്മൾ എക്സ്ട്രാ ഈ പ്ലേറ്റിലെ നമുക്ക് തുടച്ചങ്ങെടുത്ത് കളയാം വെള്ളം. അപ്പം കോഴി ഇനിയിപ്പം അരപ്പിന് റെഡിയായി. ഇനിയിപ്പം ഈ അരപ്പ് എടുത്തിട്ട് നമുക്ക് കോഴിയുമ്പിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഉള്ളിലും ഒക്കെ നമുക്ക് പുരട്ടാം കേട്ടോ. ബിക്കോസ് ഇത് വെണ്ണയാണ്, തൈരൊന്നുമല്ല. അപ്പോൾ പിന്നെ ആ വെണ്ണ ഉള്ളിൽ മെൽട്ടാകുമ്പോൾ നല്ല സ്വാദായിരിക്കും, വെണ്ണയും ഈ മസാല എല്ലാം കൂടി. ബാക്ക് സൈഡിലും നമ്മൾ നന്നായിട്ട് പുരട്ടി കൊടുക്കുകയാണ്. കഴുത്തിൻ്റെ ഉള്ളിൽ കൂടിയും അവിടെയൊക്കെ എണ്ണ ആഡ് ചെയ്യണം. നല്ല ഒരു തിക്ക് ലെയറായിട്ട് അടിഭാഗത്ത് ഞാൻ ചെയ്തു. ഇനിയിപ്പം കാലിൻ്റെ സൈഡൊക്കെ ഉണ്ട്. ഒരു സ്മോൾ സൈസ് അലൂമിനിയം ട്രേ എണ്ണ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അത് അടിയിലേക്ക് വെക്കാൻ പോവാണ്. മുകളിൽ ഞാൻ കുറച്ച് പരട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം അരപ്പ്, ഫുള്ളായിട്ട് പുരട്ടിയിട്ടില്ല. ഈ ഇടുക്കിലൊക്കെ നിറച്ച് മാരിനേഡ് പുരട്ടാണ്. ഞാനൊരു നൂല് വെച്ചിട്ട് കാല് രണ്ടും കെട്ടി വെക്കുകയാണ്. ഇതിപ്പോൾ കാല് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും അവസാനം, ഇല്ലെങ്കിൽ ഇങ്ങനെ തുറന്നിരിക്കും. കാല് കെട്ടി അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഈ തിരികെ വെക്കുകയാണേ. അപ്പോൾ പിന്നെ അത് തുറക്കാണ്ട് അതും സോഫ്റ്റ് ആയിരുന്നുള്ളൂ. കുറച്ച് അരപ്പ് എനിക്ക് ബാക്കി വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ അവനിലേക്ക് വയ്ക്കാം. ഞാൻ അവൻ 350 പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ജനറൽ റൂള് 1 പൗണ്ട് കോഴിക്ക് 20 മിനിറ്റ് എന്നാണ്. ഇതിപ്പോൾ 4 പൗണ്ട് കോഴിയുണ്ട്. 1 hour 15 minutes അല്ലെങ്കിൽ 1 hour 20 minutes ആയിരിക്കും ഏകദേശം എൻ്റെ കുക്കിംഗ് ടൈം ആയിരിക്കുക. ഇതിപ്പോൾ ഡിഫറെൻറ്റ് അവൻസ് കുക്ക് ഡിഫറെൻ്റ്ലി, അതാണ് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഒരു 3/4 മണിക്കൂറൊക്കെ ആകുമ്പം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിന് മുകളിൽ ലൂസ്ലി ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫുൾ കുക്കിംഗ് ടൈമിൽ ഈ മോൾ ഭാഗം എക്സ്പോസ്ഡ് ആയിരുന്നു കഴിഞ്ഞാൽ അത് ബേൺഡ് ആവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുന്നത്. വച്ചിട്ട് ഒരു 15 minutes കഴിഞ്ഞു. നമ്മൾ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് എണ്ണ സ്പ്രേ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മസാല പറ്റാണ്ടിരിക്കാനാണ്. ജസ്റ്റ് ഇത് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ട്, അധികം നേരം ഓപ്പൺ ചെയ്യുന്നില്ല, അതിൻ്റെ ചൂട് കൊണ്ടിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ ഫുള്ളായിട്ട് ഇതൊന്നും ചെയ്യണ്ട. 1 hour 20 minutes കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ ആ അലൂമിനിയം ഫോയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഇവിടെ വന്ന എണ്ണയും അതിൻ്റെ ജ്യൂസസൊക്കെ ഉണ്ടല്ലോ, കോഴിയുടെ മുകളിലേക്ക് ജസ്റ്റ് നമ്മൾ ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഇതിന് ആ മസാലയുടെ ലുക്ക് വെന്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ആ ലുക്ക് ഇത്തിരി കുറച്ചുകൂടി നല്ലതാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒരു 5 minutes ഹൈയിൽ ബ്രോയിൽ ചെയ്യാൻ വെക്കാം കേട്ടോ. ഇതിൻ്റെ ജ്യൂസസൊക്കെ ഒന്ന് സൈഡിലേക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. കൈ പൊള്ളാണ്ട് നോക്കുക. ബ്രോയിലിൽ 5 minutes കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അവൻ ഓഫാക്കിയിട്ട് ചിക്കൻ പുറത്തേക്ക് എടുക്കാം. ഈ പാത്രത്തിൽ നിന്ന്, ബിക്കോസ് ഈ ഇത്രയും ജ്യൂസസിലും വെണ്ണയിലല്ല ഇരിക്കുന്നത്, നമുക്ക് സോഗി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് വേറെ സെർവ് ചെയ്യുന്ന പ്ലാറ്ററിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ഇനിയിപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ചിക്കൻ ഇപ്പം തന്നെ മുറിക്കാൻ പാടില്ല. ഇറ്റ് നീഡ്സ് ടു റെസ്റ്റ് ഫോർ അബൌട്ട് 20 to 30 minutes. എന്നാലേ അതിൻ്റെ ജ്യൂസൊക്കെ ഇറച്ചിയുടെ ഉള്ളിൽ തന്നെ നിൽക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജ്യൂസുകൾ മുഴുവൻ കംപ്ലീറ്റ്ലി മീറ്റിൽ നിന്ന് ഡ്രെയിനായി താഴേക്ക് പോകും. അപ്പോൾ മീറ്റ് ഡ്രൈ ആവും. ഇത് കുറച്ച് നേരം അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ജ്യൂസ് മുഴുവൻ മീറ്റിൻ്റെ ഉള്ളിൽ റീറ്റെയിൻ ചെയ്തിരിക്കും. അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കുറച്ച് പച്ചക്കറി നാട്ടിലെ സാലഡ് പോലെ ഗാർണിഷ് ചെയ്തേക്കാണ്, ഉള്ളിയും ക്യാരറ്റും ലെമണൊക്കെ വെച്ചിട്ട്. നിങ്ങൾക്ക് കക്കരി ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ബേസിക്കലി അതിനെ ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കാം അല്ലേ. മുറിച്ച് കാണിച്ചു തരാം. ഇത് കാർവിംഗ് നൈഫാണ്. അപ്പം ഇത് ലിറ്ററലി ഫോൾ ഓഫ് ദ ബോൺ മീറ്റാണ്, കണ്ടില്ലേ. അതിനെ മുറിക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഡ്രൈ അല്ല, നമ്മൾ ആ ബ്രൈൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് അതിന് ഇത്രയും ജ്യൂസി ആയിട്ടിരിക്കുന്നത്. തീരെ ഡ്രൈ അല്ല മീറ്റ്, കണ്ടോ. എൻ്റെ ടർക്കി വീഡിയോയിലെ ടേസ്റ്റ് ടെസ്റ്റർ ഇല്ല, കോളേജിലാണ്. അപ്പോൾ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെരി ഗുഡ്. ഞാൻ അരപ്പിൽ ഉപ്പിട്ടിട്ടേ ഇല്ല, പക്ഷെ കോഴിയിൽ നിന്ന് അരപ്പിലേക്ക് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. സോഫ്റ്റസ്റ്റ് ചിക്കൻ യു എവർ ഹാഡ്. സത്യമായിട്ടും നമ്മൾ കടയിൽ നിന്നൊക്കെ കബാബ് ഗ്രില്ല് ചെയ്യുമ്പം അവരുടെ ചിക്കൻ പീസസ് ഒരിക്കലും ഡ്രൈ ഔട്ട് ആവില്ല അല്ലേ. അതേ ടെക്സ്ചറാണ്, പുറത്ത് നല്ല
റോസ്റ്റ് ക്രിസ്പി അല്ല, ബിക്കോസ് നമ്മളെ സ്കിന്നിലല്ലോ. പക്ഷെ ആ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ നമ്മുടെ ഏർബില്ലേ, മല്ലിയിലയും മിൻറ്റും കരിവേപ്പിലയുള്ള മസാല നല്ലൊരു നാടൻ സ്വാദ് കൊടുക്കുന്നുണ്ട്. അവിടെ സോഫ്റ്റ് ചിക്കൻ, ഇത്രയും സോഫ്റ്റ് ചിക്കൻ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ട് ഒരിക്കലും കഴിച്ചിട്ടില്ല. ആ പച്ചമുളകും കുരുമുളകിൻ്റെ എരിവും ഉണ്ട് കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഇത്തിരി എരിവ് കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ്, എന്നാൽ തന്നെ നല്ല എരിവുണ്ട്. അപ്പോൾ ഇഫ് യു വാണ്ട് വെരി സ്പൈസി, ഇൻക്രീസ് ദ പെപ്പർ ഓർ ദ ഗ്രീൻ ചില്ലി. അരപ്പം എല്ലാം ചിക്കനൊക്കെ ഇറച്ചി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ മസാല അതിൻ്റെ മുകളിലുള്ളത് ശരിക്കും അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി എരിവുണ്ട് കേട്ടോ, എരിവുണ്ട്. ഞാൻ എരിവ് വളരെ കുറവ് കഴിക്കുന്ന ആളാണ്, എരിവുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. അടുത്ത ആഴ്ച വേറെ വീഡിയോ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.